മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ ഈ ദിവസത്തിൽ നാം ഇവിടെ ഒരുമിച്ച് കൂടി. ഇതുപോലെ നാളെ അല്ലാഹുവിന്റെ അനുഗ്രഹീത സ്വർഗത്തിലും അല്ലാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ പാപങ്ങളും ദോഷങ്ങളും കുറ്റങ്ങളും അല്ലാഹു അവന്റെ അളവറ്റ അപാര കാരുണ്യം കൊണ്ട് വിട്ടുപുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ മുഅ്മിനാത്തുകൾക്ക് അല്ലാഹുവേ നീ പൊറുക്കണം റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, കുടുംബമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും നീ പൊറുക്കണം റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മുസ്ലിമീങ്ങളായ ഫലസ്തീനിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങൾ പീഡനം അനുഭവിക്കുന്നവർക്ക് നീ സമാധാനം കൊടുക്കണം അല്ലാഹുവേ. അക്രമികളുടെ കയ്യിൽ നിന്നും ആ മുസ്ലിമീങ്ങളെയും പാവപ്പെട്ടവരെയും നീ വിജയിപ്പിക്കണം അല്ലാഹ്, സലാമത്തിലാക്കണം അല്ലാഹ്. ലോക മുഅ്മിനീങ്ങളെ നീ പരീക്ഷിക്കല്ല റഹ്മാനെ. അല്ലാഹു എല്ലാ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും നീ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും കച്ചവടത്തിലും ജോലിയിലും ബിസിനസ്സിലും വരുമാന മാർഗങ്ങളിലും നീ ബറക്കത്ത് ചൊരിയണം റഹ്മാനെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു അവന്റെ ഇഷ്ടജനങ്ങളെ ഒരുപാട് പരീക്ഷിക്കും എന്നുള്ളത് പണ്ട് കാലം മുതൽ നമുക്കറിയാവുന്ന കാര്യമാണ്. അല്ലാഹു തആല ഏറ്റവും കൂടുതൽ പരീക്ഷിച്ച ആളുകൾ അംബിയാ മുർസലുകളാണ്. എന്തുകൊണ്ടാണ് അംബിയാ മുർസലുകൾ അല്ലാഹു തആല ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത്? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളുടെ ഈമാൻ അല്ലാഹു അളന്നു നോക്കുന്നതാണ് ആ പരീക്ഷണങ്ങൾ. അല്ലാഹുവിന് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമുള്ളത് അല്ലാഹുവിന്റെ അംബിയാ മുർസലീങ്ങളാണ്. കാരണം അല്ലാഹു തആല ദീൻ പ്രബോധനം ചെയ്യാനും അല്ലാഹുവിന്റെ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് കൈമാറുന്നതിന് വേണ്ടിയാണ് ഈ ലോകത്ത് പ്രവാചകന്മാരെ അല്ലാഹു പടച്ചത്. ഈ പരിശുദ്ധമായ ദീൻ എങ്ങനെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലേക്ക് അല്ലാഹു തആല തന്നത്? അല്ലാഹു തആല ഇഷ്ടപ്പെട്ട ഈ ഭൂമിയിൽ മനുഷ്യരിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭാഗമാണ് അല്ലാഹുവിന്റെ പ്രവാചകന്മാർ. അതിൽ തന്നെ 1,24,000 പ്രവാചകന്മാരിൽ അംബിയാ മുർസലുകളുണ്ട്. അവർക്കാണ് ദീൻ പ്രബോധനം ചെയ്യാനുള്ള ഡ്യൂട്ടി. അങ്ങനെ അല്ലാഹുവിന്റെ ദീൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല തെരഞ്ഞെടുത്ത ഒരു വിഭാഗമാണ് പ്രവാചകന്മാർ. ആ പ്രവാചകന്മാർ പോലും അവരുടെ സ്വന്തം നാട്ടിൽ നിക്കക്കള്ളില്ലാതെ വന്നപ്പോ പലായനം ചെയ്തിട്ടുണ്ട്, ഹിജറ പോയിട്ടുണ്ട്. അങ്ങനെ പ്രവാചകന്മാർ പോലും അവരുടെ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ സ്വന്തം നാട് വിട്ട് പ്രബോധനം ചെയ്തു പോയ, സ്വന്തം നാട് വിട്ട് അവര് ജനിച്ച മണ്ണും സ്വന്തം വീടും എല്ലാം ഉപേക്ഷിച്ച് ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങളും ഒരൽപ്പം ഭക്ഷണവും യാത്രയിൽ അവർക്ക് ഉപയോഗിക്കാൻ ആവശ്യമായ വസ്ത്രവുമല്ലാതെ ഒന്നും തന്നെ അവർ കൈവശം വയ്ക്കാതെ അല്ലാഹുവിൽ പരിപൂർണമായ തഖ്വയും ഇഖ്ലാസും തവക്കലുമായി പോയ പ്രവാചകന്മാരുണ്ട്. ഇത് പറയാൻ കാരണം 10.5 ലക്ഷം ആളുകൾ ഫലസ്തീനിന്റെ തെരുവിലാണെന്നും 10.5 ലക്ഷം ആളുകൾ വീടില്ല, കുടുംബമില്ല, മക്കളില്ല, ജോലിയില്ല, പട്ടിണിയും പരിവട്ടവുമായി അവരുടെ സർവസ്വവും നഷ്ടപ്പെട്ടുകൊണ്ട് 10.5 ലക്ഷം ആളുകൾ. അവരുടെ മേൽക്കുര എന്നത് ആകാശമാണ്, അവരുടെ തറ എന്നത് ഭൂമിയാണ്. അല്ലാഹു അവർക്ക് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കഴിവ് കൊടുക്കുമാറാവട്ടെ. എല്ലാ മുസ്ലിമീങ്ങളാണ്, പാവപ്പെട്ടവരാണ്. അവരെ സ്വീകരിക്കാൻ ഒരു രാജ്യവും തയ്യാറാവുന്നില്ല, അവർക്ക് അഭയം കൊടുക്കാൻ ഒരു രാജ്യവും തയ്യാറാവുന്നില്ല. സമ്പൽ സമൃദ്ധിയിൽ വിരാജിക്കുന്ന എത്ര അറബി രാഷ്ട്രങ്ങളാണ് ഈ ഭൂമുഖത്തുള്ളത്. 66ഓളം വരുന്ന അറബി രാഷ്ട്രങ്ങൾ തന്നെയുണ്ട്. അവരെല്ലാവരും കൂടി ഒരുമിച്ചൊന്ന് തുമ്മിയ പറന്നു പോകുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന നരനാരായിട്ട് നടത്തുന്ന ക്രൂരമായ പിഞ്ചോമന മക്കളുടെ ചോര കുടിച്ചുകൊണ്ട് സംഹാരതാണ്ഡവം നടത്തുന്ന ധിക്കാരിയായ ഇസ്രായേൽ ലോകത്തെ അഴിച്ചുവിടുന്നത് അക്രമമാണ്, അനീതിയാണ്.
സത്യത്തിന്റെ മേൽ നിലകൊണ്ട് എല്ലാവർക്കും പരീക്ഷണങ്ങൾ ഉണ്ടാവും. ഭൂമിയിൽ തന്നെ അല്ലാഹു തആല പേരെടുത്ത് പറഞ്ഞ 2 പള്ളി, അതിലൊരു പള്ളി സ്ഥിതി ചെയ്യുന്നതാണ് പരിശുദ്ധമായ ഫലസ്തീനിൽ. ബാറക്നാ ഹൗലഹു എന്ന പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞ ഫലസ്തീനിന്റെ മണ്ണ്. ഏതൊരു നാട്ടിനെ കുറിച്ച് അല്ലാഹു ഖുർആനിലൂടെ പേരെടുത്ത് പറഞ്ഞത്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. ചുറ്റും ബറക്കത്ത് ചെയ്തു എന്ന് ഖുർആൻ അടിവരയിട്ട് കൊണ്ട് പഠിപ്പിച്ച ആ നാട്ടിലെ പിഞ്ചോമനകളാണ് സത്യം നിലനിർത്തുന്നതിന് വേണ്ടിയും പിറന്ന നാടിന്റെ പോരാട്ടാണ് വിജയത്തിന് വേണ്ടി, പിറന്ന നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആ പരിശുദ്ധമായ ഗേഹത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പോരാടുന്നത്. അല്ലാഹു അത് കാണാതിരിക്കില്ല. സ്വന്തം നാട് വിട്ട് പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ലോകം കണ്ട ഏറ്റവും വലിയ ക്ഷമയുടെ പര്യായമാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം. ഇബ്രാഹിം നബി അത്ര ക്ഷമിച്ചേക്കണം, അത്രയും ലോകത്തൊരാള് ക്ഷമിച്ചിട്ടില്ല. ഇബ്രാഹിം നബി ഒരു കുഞ്ഞു കാലുണ്ടാവാൻ വേണ്ടി, ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടി 86 വയസ്സ് വരെ നോക്കി നിന്നതാണ്. അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ഖുർആൻ തന്നെ പല ആവർത്തി പേരെടുത്ത് പറഞ്ഞ പ്രവാചകനാണ്. ഖുർആൻ തന്നെ എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു, ഇബ്രാഹിം മില്ലത്തിനെ നിങ്ങൾ പിൻപറ്റണം. ഇബ്രാഹിം നബി ഒരു പ്രസ്ഥാനമാണ്, ആ ഇബ്രാഹിം നബിയെ നിങ്ങൾ സ്വീകരിക്കണം. ഇബ്രാഹിം നബി എന്നത് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ ഫത്തബിഉ മില്ലത്ത ഇബ്രാഹിം ഹനീഫാ. സത്യതൽപരനായ ഇബ്രാഹിം നബിയെ നിങ്ങൾ പിൻപറ്റണം. അല്ലാഹുവിന്റെ അടിമയാണ്, പ്രവാചകനാണ്. അങ്ങനെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ഇറാഖിലാണ്. അദ്ദേഹം ഇറാഖിൽ നിന്നും ഫലസ്തീനിലേക്ക് അദ്ദേഹം ഹിജറ പോയിട്ടുണ്ട്. സ്വന്തം നാട്ടിൽ നിൽക്കാൻ പറ്റാതെ വന്നപ്പോ ഇബ്രാഹിം നബിയുടെ ഉപ്പ പോലും ബഹുദൈവ വിശ്വാസിയായിരുന്നു. ഇബ്രാഹിം നബിയുടെ പിതാവ് പോലും ബഹുദൈവ വിശ്വാസിയായിരുന്നു. അദ്ദേഹത്തിന് തന്റെ ദീനനുസരിച്ച് നാട്ടിലും വീട്ടിലും നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ ഇറാഖിൽ നിന്നും ഫലസ്തീനിലേക്ക് പോയ പ്രവാചകനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം. ഇബ്രാഹിം നബി അന്ത്യവിശ്രമം കൊള്ളുന്നത് ഫലസ്തീനിലാണ്. ആ ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയുടെ പരിസരത്ത് തന്നെയാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അന്ത്യവിശ്രമം കൊള്ളുന്നത്. മൂസാ നബി പ്രബോധനം നടത്തിയപ്പോ ബനു ഇസ്രായേലുണ്ടായിരുന്ന ആളുകൾ അദ്ദേഹത്തെ ആക്രമിക്കുകയും ജീവിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തപ്പോ മിസ്രിൽ നിന്നും അദ്ദേഹം മദിയനിലേക്ക് പോയിട്ടുണ്ട്. മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർ സ്വന്തം നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് സമാധാനത്തിന് വേണ്ടി പോയിട്ടുണ്ട്, സ്വൈര്യമായ ജീവിതത്തിന് വേണ്ടി പോയിട്ടുണ്ട്. അല്ലാഹു അവർക്ക് കൊടുത്ത ദീൻ പ്രബോധനം ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. മൂസാ നബി പോയത് മിസ്രിൽ നിന്നും മദിയനിലേക്ക് മഹാനായ കലീമുല്ലാഹി മൂസാ നബി പോയിട്ടുണ്ട്. ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറന്നു വീണ മണ്ണിൽ 53 വയസ്സ് വരെ അവരോട് പടവെട്ടി ജീവിച്ചു. അവസാന ജീവിതത്തിന്റെ 10 വർഷം ആശ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തി 10 സിനീൻ 10 വർഷത്തോളം അല്ലാഹുവിന്റെ റസൂല് മദീനയിൽ സമാധാനം തേടിപ്പോയിട്ടുണ്ട്. ശാന്തമായ, സ്വസ്ഥമായ, സമാധാനമായ, സ്വൈര്യമായ ദീൻ പ്രബോധനം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ നബി തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയി. നമ്മുടെ നാട്ടിലാണെങ്കിലോ നമ്മൾ ഒരുപാട് ഓതിരിക്കുന്നവരുണ്ടാകും, ആക്രമിക്കുന്നവരുണ്ടാകും, കളിയാക്കുന്നവരുണ്ടാകും. എന്നാൽ നമ്മൾ അവരോടെല്ലാം ഫയർ ചെയ്ത് നമ്മളൊന്ന് തന്നെ ആ 10 അങ്ങോട്ട് തല്ലും. നമ്മൾ ആരെങ്കിലും ഒരു തല്ല് ഇല്ലല്ലോ, നമ്മൾ അവനെ അവിടെ കവറടക്കി മൂടിയിട്ട പിന്നെ നമ്മൾ അടുത്ത പരിപാടിക്ക് വിളിക്കും, അല്ലേ?
നബി തങ്ങൾ അങ്ങനെയല്ല. നബീനെ എത്ര ഓതിരിച്ചാലും നബി തങ്ങൾ അതെല്ലാം ഒരു ചെറു പുഞ്ചിരിയോടെ, ഒരു പൂമാല സ്വീകരിക്കുന്നത് പോലെ, ഒരു പൂച്ചെണ്ട് സ്വീകരിക്കും പോലെ നബി തങ്ങൾ ആക്രമിക്കുന്നവരെ നബി തങ്ങൾ പുഞ്ചിരിയോടെ നേരിടുമായിരുന്നു. നബി തങ്ങൾ എന്താണ് സുജൂദിലേക്ക് പോയപ്പോൾ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല ആ പ്രവാചകന്റെ ചുമരിലിട്ടിട്ട് സുജൂദിൽ നിന്നും തലയുയർത്താൻ പറ്റാതെ പ്രയാസപ്പെടുമ്പോൾ അടുത്തിരുന്ന കൊണ്ട് മകളായ ഫാത്തിമ ചീത്ത വിളിക്കുന്നുണ്ട്. ഫാത്തിമയോട് പറഞ്ഞു, പൊന്നുമോളെ, മോൾ അവരെ ചീത്ത വിളിക്കേണ്ടതില്ല, അവർക്കതിൽ ആനന്ദമുണ്ടെങ്കിൽ അവര് സന്തോഷിച്ചു കൊള്ളട്ടെ. കൊച്ചുകുട്ടികൾ നബി തങ്ങളെ കല്ലെറിഞ്ഞു. തായിഫ് എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ ഉമ്മയുടെ നാടാണ്. ഉമ്മയുടെ നാടിനോട് നമ്മുടെ എല്ലാവരുടെയും മക്കൾക്കൊരു പ്രത്യേക ഇഷ്ടമാണ് അല്ലേ? ഉമ്മാന്റെ വീട്ടിൽ പോവാന്ന് പറഞ്ഞാൽ മദ്രസയിൽ സ്കൂളിൽ 2 ദിവസം അവധി കിട്ടിയ അന്ന് ഉമ്മാടെ വീട്ടിൽ പോകും. ഉമ്മാടെ വീട്ടിൽ പോവാന്ന് പറഞ്ഞാൽ നബി തങ്ങളിൽ നിന്നും കിട്ടിയതാണ്. തായിഫ് എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ വാപ്പയില്ലാതെ ജനിച്ച ആളല്ലേ. ഉമ്മാടെ ലാളന 6 വയസ്സ് മാത്രമായി കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഉമ്മയുടെ നാടിനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്ന നബി തങ്ങൾ തായിഫിലേക്ക് പോയിട്ട് വരുമ്പോൾ പിഞ്ചോമന മക്കൾ നബി തങ്ങളുടെ മേത്തേക്ക് കല്ലെടുത്തെറിയുമായിരുന്നു. കല്ലെടുത്തെറിഞ്ഞുകൊണ്ട് ആ ശരീരത്തിൽ നിന്നും ധാരധാരയായി ചോര ഒഴുകുമ്പോൾ മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ നബി തങ്ങൾ വേദന സഹിക്കുകയാണ്. തായിഫിന്റെ മക്കൾ അറിയുന്ന കല്ലുകൊണ്ട് വേദന പൊളഞ്ഞുകൊണ്ട് വേദന സഹിക്കാൻ വയ്യാതെ ചോര വരുമ്പോ നബി തങ്ങൾ പ്രയാസപ്പെടുമ്പോൾ ജിബ്രീലിന് അറിയാൻ പറ്റും. ജിബ്രീൽ വന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയെ അങ്ങനെ പരിഭവപ്പെടുന്നത്? ഈ കാണുന്ന 2 പർവ്വതത്തിന്റെ ഇടയിലിട്ട് ഈ തായിഫുകാരെ ഞാൻ നശിപ്പിക്കട്ടെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വേണ്ട ജിബ്രീൽ, എനിക്കതിഷ്ടമല്ല ജിബ്രീൽ. അവരിൽ നിന്നും ഏതെങ്കിലും ഒരാള് പിന്നീട് ഹിദായത്തിലേക്കും തഖ്വയിലേക്കും വന്ന് കലിമ ചൊല്ലി മുസ്ലിമായാൽ എനിക്കത് മതി എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ജിബ്രീലിനോട് ആശ്വാസം പറയുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്താണ് നാം. ഈ നബി തങ്ങൾ പ്രയാസങ്ങൾ സഹിക്കാൻ പറ്റാതെ മക്കയിൽ നിന്നും 53-ാമത്തെ വയസ്സിൽ മദീനയിലേക്ക് സർവ്വതും ഉപേക്ഷിച്ചുകൊണ്ട് ഹിജ്റ പോയ പ്രവാചകനാണ്. ഫലസ്തീനിന്റെ 1.5 ലക്ഷത്തോളം തെരുവിലാണ്. സ്വന്തം വീടില്ല, മക്കളില്ല, കുടുംബമില്ല, എല്ലാം നഷ്ടപ്പെട്ട് ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും അറിയാത്ത പോകുന്ന ആ നിരപരാധികളെ ഇന്നലെ രാത്രിയും കൊന്നു. 80 പേര് ഉറങ്ങിക്കിടക്കുന്ന 80 പേരെ മിസൈലിട്ടുകൊണ്ട് ഇക്കഴിഞ്ഞ രാത്രിയും കൊന്നുകളഞ്ഞ ധിക്കാരിയെ കുറിച്ച് ഖുർആൻ പറയുന്ന ഒരു സൂറത്തുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമുള്ള സൂറത്താണ്. ആ സൂറത്തിൽ പറയുന്നു, സൂറത്തുൽ ഫത്ഹിൽ അല്ലാഹു തആല പറയുന്നു, വയുഅദ്ദിബൽ മുനാഫിഖീന വൽ മുനാഫിഖാത്ത് വൽ മുശ്രികീന വൽ മുശ്രികാത്ത് അല്ലാഹുന്നീന ബില്ലാഹി ലന്ന സൗഇ അലൈഹിം وغضب الله عليهم ولعنهم وأعد لهم جهنم وساءت مصيرا. പറയുന്നുണ്ട്, വയുഅദ്ദിബൽ മുനാഫിഖീന വൽ മുനാഫിഖാത്ത്. 2 മുഖത്തോടുകൂടി ജനങ്ങളെ സമീപിക്കുന്ന മുനാഫിക്കുകളുണ്ട്. മുസ്ലിമീങ്ങളെ കാണുമ്പോൾ അവർ മുസൽമാനാണെന്ന് ധരിപ്പിക്കും, കാഫിരീങ്ങളെ കാണുമ്പോൾ അവരുടെ കൂടെ നിൽക്കും. അങ്ങനെയുള്ള ജൂതന്മാരാണ് ഇസ്രായേലികൾ. പാവങ്ങളായ ഫലസ്തീനികൾ ഇസ്രായേലികൾക്ക് അഭയം കൊടുത്തത് അവരെന്താണ്? ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾ ഇവിടെ താമസിച്ചോ എന്ന് പറഞ്ഞതാണ്. നിരപരാധികളായ മുഅ്മിനീങ്ങളായ പാവങ്ങൾ അവർക്ക് അഭയം കൊടുത്തവരാണ്. പക്ഷേ ആ അഭയം കൊടുക്കപ്പെട്ട ഈ ജൂതന്മാർ മുനാഫിക്കുകളായിരുന്നു. അവരുടെ ഉള്ളിലെ ലക്ഷ്യമെന്നത് ഫലസ്തീനിന്റെ മണ്ണാണ്. ഇനി ഒരു പ്രവാചകൻ ഈ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുമെന്ന് ലോകത്തുള്ള മുഴുവൻ വിശ്വാസിയും വിശ്വസിക്കുന്നത് അവന്റെ ഈമാനിന്റെ ഭാഗമാണ്.
ആ ഒരു പ്രവാചകൻ ഇനി ഭൂമി ലോകത്തേക്ക് വരുന്നത് മസ്ജിദുൽ അഖ്സയുടെ വെള്ള മിനാരത്തിലേക്കാണെന്ന് വിശ്വസിക്കുന്നത് എന്റെയും നിങ്ങളുടെയും ഈമാനിന്റെ ഭാഗമാണ്. ഖുദ്സിന്റെ മക്കള് ചിരിക്കാതെ ലോകം അസ്തമിക്കൂല. ഖുദ്സിന്റെ മക്കള് സന്തോഷിക്കാതെ ലോകം അവസാനിക്കില്ല. എത്രയോ എത്ര ധിക്കാരികളായാണ് അല്ലാഹു തആല ഭൂമിയിൽ നശിപ്പിച്ചത്. നബിതങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ വിശുദ്ധ ഖുർആൻ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ കഴിയാതെ വരുന്നവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദിക്കുന്നത്? ഖുൽ യാ ഇബാദിയല്ലദീന ആമനൂ, ഖുൽ നബിയേ അങ്ങ് പറയുക, യാ ഇബാദിയല്ലദീന ആമനൂ ഇത്തഖൂ റബ്ബക്കും ലില്ലദീന അഹ്സനൂ ഫീ ഹാദിഹി ദുനിയാ ഹസന വ അർളുല്ലാഹി വാസിഅത്തുൻ ഇന്നമാ യുവഫ്ഫസ് സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. സൂറത്തു സുമറിലൂടെ അല്ലാഹു തആല പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് പോകണോ വേണ്ടയോ എന്ന മനസ്സിങ്ങനെ വെമ്പൽ കൊള്ളുന്നവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യാ ഇബാദിയല്ലദീന ആമനൂ, മുഅ്മിനീകളായ അടിമകളെ നിങ്ങളോട് ചോദിക്കട്ടെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണേ. ലില്ലദീന അഹ്സനൂ ഫീ ഹാദിഹി ദുനിയാ ഹസന, ദുനിയാവിൽ നല്ലത് ചെയ്യുന്നവന് നല്ല പ്രതിഫലമുണ്ട്. ദുനിയാവിൽ എന്ത് നന്മ ചെയ്താലും ആ നന്മ ചെയ്യുന്നവന് നല്ല പ്രതിഫലമുണ്ട്. വ അർളുല്ലാഹി വാസിഅ, നിങ്ങൾ കാണുന്ന ഈ മക്കയല്ല ഭൂമി എന്നത്, നിങ്ങൾ കാണുന്ന മദീനയല്ല ഭൂമി എന്നത്, നമ്മൾ കാണുന്ന ഇന്ത്യ രാജ്യമല്ല ഭൂമി എന്നത്, നമ്മൾ കാണുന്ന ഈ കൊച്ചു കേരളമല്ല ഭൂമി എന്നത്. ഖുർആൻ പറയുന്നു വ അർളുല്ലാഹി വാസിഅ, അല്ലാഹുവിന്റെ ഭൂമി വിശാലമാണ്. ഏത് രാജ്യത്ത് നിന്നിട്ട് അതിന്റെ ആകാശത്തേക്ക് നോക്കിയാലും ഇന്ത്യ രാജ്യത്ത് നിന്ന് നോക്കുന്നത് പോലെ ഉണ്ടാകും. ഏത് രാജ്യത്ത് നിന്ന് താഴേക്ക് നോക്കിയാലും അവിടെ മുഴുവനും ഭൂമിയാണ്. അതുകൊണ്ട് ഭൂമി വിശാലമാണ്. ഇവിടത്തെ നിങ്ങളുടെ റിസ്ക് തീർന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഇന്നമാ യുവഫ്ഫസ് സാബിറൂൻ, ക്ഷമിക്കുന്ന മുസ്ലിമേ, ഇന്നമാ യുവഫ്ഫസ് സാബിറൂൻ, നിശ്ചയമായും ക്ഷമിക്കുന്നവർക്ക് പൂർത്തീകരിച്ചു കൊടുക്കും. അജ്റഹും ബിഗൈരി ഹിസാബ്, ക്ഷമിക്കുന്നവർക്ക് അവന്റെ എല്ലാ വിധത്തിലുള്ള നന്മയുടെയും ഖൈറിന്റെയും പ്രതിഫലം അവന് പൂർത്തീകരിച്ചു കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. അതുകൊണ്ട് എത്രയെത്ര ആക്രമിച്ചാലും, എത്രയെത്ര നിങ്ങൾ താഴ്ത്തിക്കെട്ടിയാലും, എത്രയെത്ര ഇസ്ലാമിനെ നിങ്ങൾ ആക്ഷേപിച്ചാലും, എത്രയെത്ര ഇസ്ലാമി നാട്ടിൽ നിന്നും ഉന്മൂലനം ചെയ്യാൻ വംശഹത്യ നടത്തിയാലും, നിരപരാധികളെ കൊന്നുകളഞ്ഞാലും, പട്ടിണിക്കിട്ട് പിഞ്ചോമനകളെ കൊന്നുകളഞ്ഞാലും, ബനൂ ഇസ്രായേലിലെ 70,000 കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞപ്പോൾ ആ നാട്ടിലുണ്ടായിരുന്ന ആശങ്കയുണ്ടായിരുന്നു, ഈ ഭൂമിയിൽ മുസ്ലിമീങ്ങളിനി അവശേഷിക്കുമോ? ഇതുപോലെയാണ് ഒരു അവശേഷിക്കുന്ന ഒരു ചിന്ത ഫലസ്തീനിന്റെ മക്കളെ കുറിച്ച് എന്റെയും നിങ്ങളുടെയും ഉള്ളിലുണ്ടെങ്കിൽ ആ ഉള്ളിലുള്ള കൂമ്പ് നിങ്ങൾ മുറിച്ചു കളഞ്ഞേക്ക്. ഖുർആൻ പറയുന്നു ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാവരുതേ. രാജാവ് ഇനാം പ്രഖ്യാപിച്ചു 100 ഒട്ടകം. 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് ഉൾപ്പെടെയുള്ളവർ നബി തങ്ങളെ കൊല്ലാൻ വേണ്ടി വെമ്പൽ കൊണ്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നബി തങ്ങളതാ ഒട്ടകപ്പുറത്തിരുന്ന് പോകുമ്പോൾ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിക്കാൻ വേണ്ടി ഒരു സഹാബി അതാ നബി തങ്ങളുടെ തൊട്ടടുക്കൽ നിന്ന്, സഹാബിയല്ല, ഒരു മുശ്രിക്കായ മനുഷ്യൻ നബി തങ്ങളുടെ തൊട്ട് പിറകിൽ തന്നെ ഇനാം പ്രഖ്യാപിച്ച ഉടനെ തന്നെ നബി തങ്ങളുടെ പുറകെ അതാ നബി തങ്ങളുടെ തൊട്ടു പിറകിൽ തന്നെ കുതിരയുമായിട്ട് ഓടിയെത്തി.
നബി തങ്ങളെ പിടിച്ചില്ല എന്നുള്ള അവസ്ഥ വരുമ്പോ ഒട്ടകത്തിന്റെ കാലുകൾ അതാ ആ കുതിരയുടെ കാലുകൾ ഭൂമിയിൽ ആഴ്ന്നു പോകുന്നു. നബിയെ പിടിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ഒട്ടകത്തിന് അവര് സഞ്ചരിക്കുന്ന ഒട്ടകത്തിന്റെ കാല് ഭൂമി താന്നുപോയി. നബിയോട് എണ്ണിപ്പറക്കി ഒന്ന് രക്ഷിക്കണേ. നബി തങ്ങൾ ദുആ ചെയ്തു രക്ഷിച്ചു. വീണ്ടും കുതിര പഴയപടിയായപ്പോൾ വീണ്ടും നബിയെ പിടിക്കാൻ വേണ്ടി കുതിച്ചു. അപ്പോഴും നബി തങ്ങൾ എന്താ അല്ലാഹുവോട് ദുആ ചെയ്തു. കുതിരയുടെ കാലുകൾ ഭൂമിയിൽ താന്നുപോയി. എത്രയാണെങ്കിലും നമ്മുടെ രണ്ട് ചുണ്ടുകൾക്കിടയിൽ ഒരാൾക്കൊരു വസ്തു കിട്ടിയാൽ തിന്നാൻ ഉദ്ദേശിച്ചത് രണ്ട് ചുണ്ടുകൾക്കിടയിൽ വച്ചാലോ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ അത് തിന്നാൻ അവന് സാധ്യമല്ല. നിങ്ങൾക്ക് നിശ്ചയിച്ചതാണെങ്കിൽ രണ്ട് പർവ്വതങ്ങളുടെ മൂർധാവിലാണെങ്കിൽ പോലും നിങ്ങളെ തേടി അത് വന്നിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവർക്ക് വേണ്ടി, ഫലസ്തീനിന്റെ മക്കൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ദുആയാണ്. എല്ലാ ഖുതുബയിലും ദുആ ചെയ്യുന്നുണ്ട്. അതുപോരാ, 5 നേരം എന്റെയും നിങ്ങളുടെയും കരങ്ങൾ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയരുമ്പോൾ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി മനസ്സുരുകി ഹൃദയം നൊന്ത് എന്റെയും നിങ്ങളുടെയും കുടുംബം അനുഭവിക്കുന്നത് പോലെയുള്ള ആ വേദന മനസ്സിൽ കണ്ടുകൊണ്ട് മുസ്ലിമായ മുസ്ലിം സഹോദരൻ അന്നമൽ മുസ്ലിമൂന ഇഖ്വ എന്ന അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്യം നമ്മുടെ മനസ്സിലുണ്ടായിട്ട് ആ പാവങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ. അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് ക്ഷമിക്കാനുള്ള കഴിവ് കൊടുക്കാൻ ദുആ ചെയ്യണേ. കാരണം അവരുടെ പാവങ്ങളാണ്. അവരെന്താണ്? അഭയാർത്ഥികളില്ല. അല്ലാഹ് അവരെ സ്വീകരിക്കാനുള്ള രാജ്യങ്ങളില്ല. നബി തങ്ങൾ പോയപ്പോൾ മദീനയിൽ അൻസാറുകൾ ഉണ്ടായിരുന്നു. നബിതങ്ങൾ ഹിജ്റ പോയപ്പോ മദീനയിൽ നബിതങ്ങളെ മൈലുകൾക്കപ്പുറത്ത് നിന്ന് ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ അവിടെ അൻസാറുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഫലസ്തീനിന്റെ മക്കൾ വിജനമായ മരുഭൂമിയിൽ കമ്പിവേലി കെട്ടിയിരിക്കുന്ന അതിർവരമ്പുകളിലേക്ക് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് മരുഭൂമിയിൽ കണ്ണു നട്ടിരിക്കുന്ന ആ പാവങ്ങളെ സഹായിക്കാൻ 66 മുസ്ലിം രാജ്യങ്ങളുള്ള ഈ ഭൂഖണ്ഡത്തിൽ ഒരു രാജ്യം പോലും ഇല്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിന് മദീന എന്ന ഒരു രാജ്യം തന്നെ തുറന്നിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെയും സഹാബത്തിനെയും സ്വീകരിച്ചവരാണ് അൻസാറുകൾ എന്നത്. ഗാസാ തെരുവിലെ ചോര കണ്ടേ ഞാനും എഴുതട്ടൊരു കണ്ണീർ കാവ്യം. പിഞ്ചോമന മക്കളുടെ ചോരയ്ക്കായി ദാഹിച്ചലയുന്ന ചെന്നായി കൂട്ടം. മരിച്ചത് ഞാനല്ല നീയാണ് മുസ്ലിമേ. ഫാസിസ തടവറയിൽ അടിമയായി നിൽപ്പോ നീ. ദാഹിച്ച് മരിച്ചത് ഞാനല്ല മുസ്ലിമേ. ഫാസിസ തടവറയിൽ അടിമയായി നിൽപ്പോ നീ എന്ന് തീരും. ഈ കണ്ണീരിൻ മോചനം നേടുകില്ലേ? ഫലസ്തീൻ ചിരിയെന്നത് കാണാക്കിനാവല്ല. അറബിപ്പൻ വിളയുന്ന കാലം വരുന്നുണ്ട്. തഖ്വ കൊണ്ടത് നേടിടുമേ. ഫാസിസം കരയുമെന്ന്. പിഞ്ചോമന മക്കളെ കൊന്നൊടുക്കുന്ന നിരപരാധികളായ ആ പിഞ്ചോമനകളുടെ ചോര കുടിച്ച് ദാഹം തീർക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ധിക്കാരിയെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. യുഅദിബുല്ലാഹുൽ മുനാഫിഖീന വൽ മുനാഫിഖാത്ത്. രണ്ട് മുഖവുമായി ജനങ്ങളെ സമീപിക്കുന്ന ആളുകൾ ആരെല്ലാം ഉണ്ടോ അവരെ എല്ലാം അല്ലാഹു ശിക്ഷിച്ചിരിക്കും. ഉറപ്പാണ്. ഉഹദ് യുദ്ധത്തിന് പോകുമ്പോ 1000 പേരുമായിട്ട് ഉഹദ് യുദ്ധത്തിന് പോണത്. ബദർ യുദ്ധം കഴിഞ്ഞ് മുശ്രിക്കീങ്ങൾക്ക് ഒരു നിലക്കും ഈ ഇസ്ലാമിനെ ഉൾക്കൊള്ളാനോ അവരെ സ്വീകരിക്കാനോ അവരുടെ അവസ്ഥയെ കണ്ട് വളരെ അസ്വസ്ഥമായ മനസ്സ്. ആ അസ്വസ്ഥമായ മനസ്സിൽ ഉഹദ് യുദ്ധത്തിന് പോകുമ്പോ 1000 പേര്, ശത്രുക്കൾ 3000 പേരാണ്.
പോകുന്ന വഴിയിൽ എന്നാണ് സഹാബികൾ നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, ഈ കൂട്ടത്തിൽ കുറെ പ്രയാസമുള്ളവരുണ്ട് കേട്ടോ, ഈമാൻ എല്ലാവരും മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, താല്പര്യമില്ലാത്തവർ മാറിക്കോന്ന് പറഞ്ഞു. 250 പേര് വഴിയിൽ നിന്നും പിന്മാറിയപ്പോ അള്ളാന്റെ റസൂല് 7 വൻപാപങ്ങളിൽ ഒരു പാപമായിട്ട് എണ്ണി, യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്ന സമയത്ത് പിന്തിരിഞ്ഞോടുന്നവനെ, നീ ചെയ്യുന്നത് 7 വൻപാപങ്ങളിൽ ഒരു പാപമാണ്. ഷഫീഉനാ റസൂലുള്ളാഹി. ഒരിക്കലും ചെയ്യാൻ പാടില്ല. വഞ്ചന, ചതി എന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ഉഹദ് യുദ്ധത്തിന് പോയ 1000 പേരിൽ 250 പേര് വഴിയിൽ നിന്ന് പിന്മാറി. നബി തങ്ങൾ പിന്മാറിയില്ല. ഈമാൻ കൊണ്ടും തഖ്വ കൊണ്ടും കൂടെയുണ്ടായിരുന്ന സഹാബികളെ ശക്തിപ്പെടുത്തി ഉപദേശങ്ങൾ കൊടുത്ത് രണാങ്കളത്തിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. 2 മുഖമായി ജനങ്ങളെ കാണുന്നവൻ ആരോ അവരുമായി നിങ്ങൾ ഒരു ഇടപാടും പാടില്ല. ആയാത്തുൽ മുനാഫിഖി സലാസത്തുൻ ഖാല റസൂലുള്ളാഹി. സമയം കഴിഞ്ഞിട്ടാ, പേപ്പർ കൊണ്ടുവരാത്തതിനാണ് ഞാൻ നിർത്താത്തത്. മുനാഫിക്കിന്റെ അടയാളം 3 എണ്ണമാണ്. ആൾക്കാരില്ല. ആ മുനാഫിക്കിന്റെ അടയാളം 3 എണ്ണമാണ്. സംസാരിച്ചാൽ കളവ് പറയുന്നവനെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അടുപ്പിക്കരുത്. ബിസിനസ് പാർട്ണറാണ്, നാക്കെടുത്ത് വളച്ച കളവ പറയുള്ളൂ, അവനെ നമ്മുടെ കൊണ്ടെടുത്ത്. ഭാര്യയാണ്, കളവ് തന്നെ പറയുള്ളൂ, പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തോടി, ഞാൻ എടുത്തില്ല, അള്ളാഹ് എടുത്തില്ല. നോണ തന്നെ പറയുന്നവരെ നിങ്ങളുടെ ജീവിതത്തിൽ, മക്കളാണെങ്കിലും ആരാണെങ്കിലും, വിശ്വാസ വാഗ്ദാനം ചെയ്താൽ ലംഘിക്കുന്നവൻ കൂടെ കൂട്ടരുത്. വാഗ്ദാനം ചെയ്താൽ ലംഘിക്കുന്നവൻ, വിശ്വസിച്ചേൽപ്പിച്ചാൽ കളവ് പറയുന്നവൻ, ഇങ്ങനെ 2-3 വിഭാഗമുണ്ട്. കുറച്ചാളും കൂടിയുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച പ്രതിപാദിക്കാം. ദിക്കെന്താണ്? ഈ ചതിയന്മാരെയും നുണയന്മാരെയും നമ്മുടെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ രക്ഷപ്പെടില്ല. ഇങ്ങനെയുള്ളവരെ നൈസായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കിക്കൊള്ളണം. ഇത് തന്നെയാണ് ഗസയിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് പറ്റിയത്. അവർ അഭയാർത്ഥികളായി വന്ന ജൂതന്മാർക്ക്, പാവങ്ങളല്ലേ, വീടില്ലാത്തവരല്ലേ, വന്നവരല്ലേ, അതിഥികളല്ലേ എന്ന് വിചാരിച്ച് അവർക്ക് സ്ഥലം കൊടുത്ത് അവരെ ഏറ്റവും വലിയ ശത്രുവായി മാറി. അല്ലാഹു കാക്കുമാറാവട്ടെ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ. സ്ഥലം വാങ്ങുന്നതിലേക്ക് ഒരു സഹോദരൻ 10,000 രൂപ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, സ്ഥലത്തിലേക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി 6,000 രൂപ. ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 100 രൂപ. സ്ഥലം വാങ്ങുന്നതിലേക്ക് ദുആ ചെയ്യാൻ 10,000. മറ്റൊരു സഹോദരൻ സ്ഥലം വാങ്ങുന്നതിലേക്ക് 10,000. സ്ഥലം വാങ്ങുന്നതിലേക്ക് മറ്റൊരു സഹോദരൻ 10,000. മരണപ്പെട്ട പിതാവിന് വേണ്ടി 500. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 250. സ്ഥലം വാങ്ങുന്നതിലേക്ക് മരണപ്പെട്ട പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ 5,000. സ്ഥലം വാങ്ങുന്നതിലേക്ക് ഒരു സഹോദരൻ 3,000. സ്ഥലം വാങ്ങുന്നതിലേക്ക് ഒരു സഹോദരൻ 7,000. സ്ഥലത്തിലേക്ക് ഒരു സഹോദരൻ 10,000. അതുപോലെ നബിദിനത്തിന്റെ അധിക ചിലവ് 9,861 രൂപയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബക്കറ്റ് വെക്കുന്നുണ്ട് ഇവിടെ. ജുമാ നിസ്കാരം കഴിഞ്ഞു പോകുന്നവർ അതിൽ നല്ല ഒരു തുക നിക്ഷേപിക്കുക. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. അർഹമർറാഹിമീനായ രാജസയ്യിദായ അൽ മലിക്കുൽ ജബ്ബാറായ റഹ്മാനെ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് സ്വീകരിക്കണം അല്ലാഹ്. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. സ്ഥലം വാങ്ങുന്നതിലേക്ക് ഒരു സഹോദരൻ 10,000 രൂപ നീ സ്വീകരിക്കണേ റബ്ബേ. മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. എന്തെന്ത് മുറാദാണെങ്കിലും നീ സ്വീകരിക്കണേ റബ്ബേ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി സ്ഥലം വാങ്ങുന്നതിലേക്ക് 6,000 രൂപ. അല്ലാഹുവേ, ആ മാതാപിതാക്കളുടെ ഖബറിലേക്ക് ഇതിന്റെ സവാബ് നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, എന്തെന്ത് മുറാദാണെങ്കിലും ഹാസിലാക്കണേ റബ്ബേ. എന്തെന്ത് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവനാണെങ്കിലും അത് നീ സലാമത്തിലാക്കണേ അല്ലാഹ്.
ദുആ ചെയ്യാൻ പറഞ്ഞവരെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പള്ളിയിലേക്ക് സദഖകൾ ചെയ്തുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, അവരുടെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാ. സ്ഥലം വാങ്ങുന്നതിലേക്ക് 10,000 രൂപ വെച്ച് അല്ലാഹുവേ 3 ആളുകൾ പ്രത്യേകമായി 4 പേര് തന്നിട്ടുണ്ട്, സ്വീകരിക്കണേ അല്ലാ. എല്ലാവരും മരിച്ചുപോയ കാരണവന്മാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരാണ്, നീ സ്വീകരിക്കണേ റബ്ബേ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ആരോഗ്യവും കൊടുക്കണം അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ ഓരോരുത്തരുടെയും മുറാദുകൾ ഹാസിലാക്കുന്ന റബ്ബേ, ഞങ്ങളുടെ ആരോഗ്യം നീ സംരക്ഷിക്കണ റബ്ബേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണം അല്ലാ. ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ നീ നിലനിർത്തണം അല്ലാ. മരണപ്പെട്ടു പോയ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ മക്കളുണ്ട്, അവരുടെ കബറിടങ്ങൾ നീ സ്വർഗ്ഗമാക്കണേ റബ്ബേ. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, അവരുടെ കബറിടങ്ങൾ നീ സ്വർഗീയ അനുഭൂതികൾ കൊണ്ട് നിറയ്ക്കണേ അല്ലാ. സ്ഥലം വാങ്ങുന്നതിലേക്ക് പിതാവിന് വേണ്ടി 5,000 രൂപ തന്ന സഹോദരനുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാ. മുറാദുകൾ ഹാസിലാക്കണേ റബ്ബേ. കച്ചവടത്തിലും ജോലിയിലും ബിസിനസ്സിലും ബറക്കത്ത് ചൊരിയണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഏതെങ്കിലും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ ഈ നിമിഷം നീ അത് സലാമത്താക്കണേ റബ്ബേ. ഇതെല്ലാം ജാരിയായ സദഖയാക്കണേ അല്ലാ. സ്ഥലം വാങ്ങുന്നതിലേക്ക് 3,000 രൂപ ഒരു സഹോദരൻ, മറ്റൊരു സഹോദരൻ 7,000 രൂപ, മറ്റൊരു സഹോദരൻ 10,000 രൂപ. റബ്ബേ, നിന്റെ ദീനിന് വേണ്ടിയാണ്, ഈ മഹൽ നിവാസികൾക്ക് അന്ത്യവിശ്രമം കൊള്ളുന്നതിന് വേണ്ടിയാണ്. എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, ജാരിയായ സദഖയാക്കണേ അല്ലാ. ഈ പള്ളിയിലേക്ക് ചെയ്ത ഓരോ സദഖകളും സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു ഇതിനു വേണ്ടി അസ്ഥിവാരമിട്ടവരെ സ്വീകരിക്കണേ റബ്ബേ. ഇതിനു വേണ്ടി ഓടി നടന്നവരെ സ്വീകരിക്കണേ അല്ലാ. ഇതിനു വേണ്ടി പരിപാലകനായി ഓടി നടക്കുന്നവരെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു ഇതിന്റെ പരിപാലകർ 51 സെന്റ് സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി ഓരോരോ വീടുകൾ കയറുന്നു, സ്വീകരിക്കണം അല്ലാ. പരിപാലകരെ സ്വീകരിക്കണം അല്ലാ. ഉസ്താദുമാർക്ക് ഭക്ഷണം തരുന്നവരുണ്ട്, പ്രത്യേകമായി ദുആ ചെയ്യാൻ പറഞ്ഞ ഒരു വീടുണ്ട്, അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ അവിടുത്തെ മരണപ്പെട്ടു പോയ ഉപ്പാടെ ഖബർ സ്വർഗ്ഗമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഉമ്മാക്ക് നീ ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കളുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ദീനിന് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ മരിച്ചാലും ഖബറിലേക്ക് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. ഈ പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ.